പാകിസ്ഥാന്റെ ചാരസംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് പണം കൈമാറിയ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നതാണ് ഇന്ന് വരുന്ന ഏറ്റവും പ്രധാന വാർത്ത. പാക് ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് വേണ്ടി ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് ഫണ്ട് അയച്ചു നൽകിയ മഹാരാഷ്ട്ര സ്വദേശിയെ അറസ്റ്റ് ചെയ്തതായി രാജസ്ഥാൻ പോലീസിന്റെ CID ഭാഗം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ദിവസത്തിന് മുമ്പേ ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം NIA ഒരു പരിശോധന നടത്തിയിരുന്നു. അതിൽ ഓൺലൈനായിട്ട് തീവ്രവാദികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു 25ഓളം പ്രവർത്തകർ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതായി NIA കണ്ടെത്തിയിരുന്നു. അതിൽ 15ഓളം പേരെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം NIA നൽകിയിട്ടുണ്ടായിരുന്നു. ISIക്കായി ഫണ്ടിംഗ് ശൃംഖല നടത്തി വന്നിരുന്ന 41കാരൻ റഫീഖ് ചന്ദ് ഷേഖ് എന്ന ആളാണ് അറസ്റ്റിലായത്. റഫീഖിന്റെ അറസ്റ്റിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചതായി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രഫുല്ല കുമാർ പറഞ്ഞിരിക്കുകയാണ്. 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം 2026 ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട രഹസ്യവിവരങ്ങൾ ISIയുടെ ഹാൻഡലർമാർക്ക് കൈമാറിയെന്ന കുറ്റത്തിന് ജയ്സാമിൽ സ്വദേശിയായ പ്രഭാറാം, ആസാമിലെ ദിബ്രുഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന സുമിത് കുമാർ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായവരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ISIക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് പ്രതികൾക്ക് പ്രതിഫലം നൽകിയിരുന്നതായി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ ഹർസുൽ സ്വദേശിയായ ചന്ദ് മിയാൻ ഷേഖിനെ കൂടാതെ ചന്ദ് മിയാൻ ഷേഖിന്റെ മകൻ റഫീഖ് ചന്ദ് ഷേഖ് വഴിയാണെന്ന് കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു ISI ഹാൻഡലറുമായി ഏകദേശം 4 വർഷമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ റഫീഖ് വെളിപ്പെടുത്തിയതായി പോലീസ് പറയുന്നുണ്ട്. സ്വന്തം പേരിലും മറ്റ് വ്യക്തികളുടെ പേരിലും ഇയാൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയിരുന്നു. ഈ അക്കൗണ്ടുകൾ വഴി ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് ഫണ്ടുകൾ കൈമാറുകയും ചെയ്തു. ഇതെല്ലാം തന്റെ ഹാൻഡലറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് റഫീഖ് സമ്മതിച്ചിരിക്കുകയാണ്. ISIയുടെ ഫണ്ടിംഗ് ഏജന്റായി റഫീഖ് പ്രവർത്തിച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് 2026 ജൂൺ 30 രാജസ്ഥാൻ CID ഇയാളെ അറസ്റ്റ് ചെയ്തത്. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടാതെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള അന്താരാഷ്ട്ര ഭീകരരെ ആയുധകടത്ത സംഘത്തിലെ 4 പേരെയാണ് ഡൽഹി പോലീസ് ഇന്ന് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. 3 പേരെ പഞ്ചാബിൽ നിന്നും ഒരാളെ ഡൽഹിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം എന്നിവ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷംസാദ് ഭട്ടി എന്ന ആളുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായാണ് ലഭിക്കുന്ന സൂചനകൾ. അതിർത്തി കടന്ന ഡ്രോണുകൾ വഴിയാണ് ഇവർക്ക് ആയുധങ്ങളും മയക്കുമരുന്നും ലഭിച്ചിരുന്നത്. ഇവരിൽ നിന്നും 2 വിദേശ നിർമ്മിത പിസ്റ്റളുകൾ, 9 തിരകൾ, 5 മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാളായ ഗഗൻപ്രീത് ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനുകൾ, മതസ്ഥാപനങ്ങൾ എന്നിവയുടെ ദൃശ്യങ്ങൾ പകർത്തി പാക് ഹാൻഡലർമാർക്ക് അയച്ചു നൽകുകയായിരുന്നു.